Next, cyclic group. A group G star is said to be cyclic if there exists element A belongs to G such that every element X belongs to G can be expressed as X equal to A raised to N for some integer N. Then A is called the generator of the cyclic group, and we can say that the cyclic group is generated by set A. അതായത് നമ്മുടെ കയ്യിലൊരു ഗ്രൂപ്പ് G ഉണ്ട്. ഈ G എന്ന് പറയുന്നത് ഗ്രൂപ്പ് അണ്ടർ ബൈനറി ഓപ്പറേഷൻ സ്റ്റാർ ആണ്. ആ ഗ്രൂപ്പിനെ സൈക്ലിക് ആണെന്ന് പറയണം എന്നുണ്ടെങ്കിൽ സെറ്റിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും ആ എലമെൻറ്റിനെ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ പവറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ആ ഗ്രൂപ്പ് ഒരു സൈക്ലിക് ആണ്. എ എന്ന് പറയുന്നത് ഒരു ജനറേറ്ററാണ്. അതായത് ഈ എ എന്ന് പറയുന്ന എലമെന്റ് യൂസ് ചെയ്ത് നമുക്ക് ആ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിനെയും ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ക്വസ്റ്റ്യൻ നോക്കുക. ലെറ്റ് G is equal to 1 minus 1 I minus I and a binary operation B into normal multiplication. Check whether it is a group or not. If it is a group, then check whether it is cyclic or not. അപ്പോൾ ആദ്യം തന്നെ നമുക്കിത് ഗ്രൂപ്പ് ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യണം. ഇതൊരു ഫൈനൈറ്റ് സെറ്റാണ് തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടത് രണ്ടും ഇൻഫൈനൈറ്റ് സെറ്റായിട്ടും സെറ്റ് ഓഫ് ഇൻഡിജേഴ്സും സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും ഒക്കെ ഇൻഫൈനൈറ്റ് സെറ്റാണ്. ഇപ്പം നമുക്ക് തന്നിരിക്കുന്നത് ഒരു ഫൈനൈറ്റ് സെറ്റാണ്. അപ്പോൾ ഫൈനൈറ്റ് സെറ്റ് തരുമ്പോൾ എപ്പോഴും നമ്മളതിൻ്റെ ടേബിൾ ഫോം ചെയ്യണം. നമ്മളിപ്പോൾ സിമെട്രിക്കിൻ്റെ ടേബിൾ ഫോം ചെയ്തില്ലേ, സിമെട്രിക് ഗ്രൂപ്പിൻ്റെ, അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിൻ്റെ ഈ സെറ്റിൻ്റെ ടേബിൾ ഫോം ചെയ്യണം. അപ്പം ടേബിളിൽ നമ്മൾ റോസ് തന്നിരിക്കുന്ന എലമെൻറ്റ്സ് 1 മൈനസ് 1 I മൈനസ് I, കോളംസും സെയിം എലമെൻറ്റ്സ് 1 മൈനസ് 1 I മൈനസ് I. ഇവിടുത്തെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അതിവിടെ എഴുതി. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. 1 into 1 1, 1 into minus 1 minus 1, 1 into I, 1 into minus I, minus I, minus 1 into 1 minus 1, minus 1 into minus 1 plus 1, minus 1 into I minus I, minus 1 into minus I, I into 1 I into minus 1 minus I into I square, ന്റെ വാല്യൂ -1 ആണ്. I into minus I square എന്ന് വരും. I square -1 ആണ്. സോ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 1 വരും. I into 1 minus I into 1 minus I എന്ന് വരും. minus I into minus 1 I എന്ന് വരും. minus I into I plus 1 വരും. minus I into minus I minus 1 വരും. ഓക്കെ, അപ്പോൾ ടേബിള് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നോക്കാം ഇത് ക്ലോസ്ഡ് ആണോ നോക്കാം. തന്നിരിക്കുന്നത് ജിയിലെ ഏത് 2 എലമെൻറ്റ്സ് എടുത്താലും അവരുടെ ഓപ്പറേഷൻ അനുസരിച്ചുള്ള റിസൾട്ട് ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഏത് 2 പേരെടുത്താലും ഇപ്പം -1ഉം -I എടുത്തു. -1 into -I എന്ന് പറഞ്ഞാൽ I ആണ്. അത് നമ്മളുടെ ജിയിലുള്ള എലമെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഏത് പേരെടുത്താലും അവരുടെ മൾട്ടിപ്ലിക്കേഷനും ഈ ജിയിൽ തന്നെയുള്ള എലമെൻ്റാണ്. സോ അതെന്താണ്? ക്ലോസ്ഡ് ആണ്. സോ ക്ലോസ്ഡ് ആണ്.
നെക്സ്റ്റ് അസോസിയേറ്റിവിറ്റി. അസോസിയേറ്റിവിറ്റി നമുക്ക് നോക്കാം. 1 into I into minus I is equal to 1 into I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I ആണ്. I into minus I. I into minus I എന്ന് പറയുന്നത് -1. ഇനി നമുക്ക് നോക്കാം 1 into I into minus I. It is equal to 1 into I into minus I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. 1 into -1 -1 ആണ്. സോ 3 എലമെന്റ്സ് എടുത്തു. ഇതിലുള്ള 3 എലമെന്റ്സ് എടുത്തു. അവര് അസോസിയേറ്റീവ് ആണ്. തേർഡ് വൺ ഒരു ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടാവണം such that A into E equal to E into A equal to A. ഒരു എലമെന്റ് ഉണ്ടാവണം. അതായത് ജിയിലുള്ള ഏത് എലമെന്റ് എടുത്താലും ഈ എലമെന്റിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേ എലമെന്റ് തന്നെ കിട്ടണം. അങ്ങനെയുള്ള ഒരാളെ ഇവിടെ ആരാ ഉള്ളത്? 1 into 1 1, 1 into -1 -1, 1 into I 1 into minus I minus I. അപ്പോൾ നമുക്ക് എന്താ 1 into A is equal to A into 1 is equal to A. So therefore 1 belongs to G is the identity element. ഇനി ഇൻവേഴ്സ് നോക്കാം. ഇൻവേഴ്സിന് എന്താ ഞാൻ പറഞ്ഞു, ഓരോ എലമെന്റിന്റെ റോസ് നോക്കുക. അതിലെ ഐഡന്റിറ്റി എലമെന്റ് ആരുടെ നേർക്കാണോ അതായിരിക്കും ഇൻവേഴ്സ്. അപ്പൊ 1ന്റെ റോ നോക്കുക. 1ന്റെ റോയിലെ ഐഡന്റിറ്റി എലമെന്റ് 1 വരുന്നത് 1ന്റെ നേരെയാണ്. സോ 1 ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1 ആണ്. 1 ഇൻവേഴ്സ് 1 ആണ്. ഇനി ഐന്റെ ഇൻവേഴ്സ് നോക്കാം. ഐ ഇൻവേഴ്സ് ഐയുടെ റോ നോക്കുക. ഐയുടെ റോയില് 1 വരുന്നത് മൈനസ് ഐയുടെ നേരെയാണ്. സോ ഐയുടെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -I ആണ്. ഇനി -1ന്റെ ഇൻവേഴ്സ് നോക്കാം. -1ന്റെ ഇൻവേഴ്സ് -1ന്റെ റോ നോക്കുക. 1 വരുന്നത് -1ലാണ്. സോ -1ന്റെ ഇൻവേഴ്സ് -1 ആണ്. ഇനി -Iയുടെ ഇൻവേഴ്സ് നോക്കാം. -Iയുടെ ഇൻവേഴ്സ് 1 വരുന്നത് Iയിലാണ്. സോ I ആണ് -Iന്റെ ഇൻവേഴ്സ്. സോ എല്ലാ എലമെന്റ്സിനും യുണീക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ദെർഫോർ ഇതെന്താണ്? ഇതൊരു ഗ്രൂപ്പാണ്. ഇനി ഈ ഗ്രൂപ്പ് സൈക്ലിക് ആണോ നോക്കണം. സൈക്ലിക് ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിലുള്ള ഏതെങ്കിലും ഒരു എലമെന്റ് യൂസ് ചെയ്ത് ഈ സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിനെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റത്തെ എലമെന്റ് 1 എടുക്കാം. 1നെ റേസ് ടു 1 എടുത്താൽ എന്താ വരിക? 1 ആ വരിക. 1 റേസ് ടു 2 എടുത്താൽ എന്താ വരിക? 1 ആ വരിക. സോ 1ന്റെ ഏത് പവർ എടുത്താലും നമുക്ക് റിസൾട്ട് എന്താ കിട്ടുക? 1 റേസ് ടു n എന്ന് പറയുന്നത് എന്ത് തന്നെയാ? 1 തന്നെയാ. അപ്പോ ഈ 1 കൊണ്ട് നമുക്ക് ഈ സെറ്റിലുള്ള 1 എന്ന് പറയുന്ന എലിമെന്റിനെ മാത്രമേ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് 1 ഇതിന്റെ ഒരു ജനറേറ്റർ അല്ല. അടുത്ത എലമെന്റ് നോക്കാം. -1ന്റെ പവർ എടുത്ത് നമുക്ക് നോക്കാം. -1 റേസ് ടു 1 എന്ന് പറഞ്ഞാൽ -1. -1 റേസ് ടു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1. -1 റേസ് ടു 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1. അപ്പൊ ഇത് നോക്കുക. -1 കൊണ്ട് നമുക്ക് 1നെയും -1നെയും മാത്രമേ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുകൊണ്ട് -1ഉം ഒരു ജനറേറ്റർ അല്ല. ഇനി നമുക്ക് I നോക്കാം. I റേസ് ടു 1 is equal to 1. I റേസ് ടു 2 is equal to I സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. I റേസ് ടു 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? I സ്ക്വയർ ഇൻറ്റു I എന്ന് എഴുതാം. I സ്ക്വയർ -1 ആണ്. -1 ഇൻറ്റു I -I എന്ന് വരും.
I raised to 4. I raised to 4 നമുക്ക് എങ്ങനെ എഴുതാം? I square into I square എന്ന് എഴുതാം. I square minus 1 ആണ്, I square minus 1 ആണ്. minus 1 into I raised to 4 അല്ലേ? സ്ക്വയർ മൈനസ് 1. ഇവിടെ നോക്കുക, I raised to 1 എന്ന് പറഞ്ഞാൽ I ആണ്. സോറി I raised to 1 I സ്ക്വയർ മൈനസ് 1 I ക്യൂബ് മൈനസ് I raised to 4 എന്ന് പറഞ്ഞാൽ I സ്ക്വയർ ഇൻറ്റു I സ്ക്വയർ മൈനസ് 1 ഇൻറ്റു മൈനസ് 1 പ്ലസ് 1. അപ്പം നോക്കിയേ, I എന്ന് പറയുന്ന എലമെന്റിന്റെ പവർ ഓരോന്നും എടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ജിയിലുള്ള എലമെന്റ്സ് ആയ IA -1 -IA 1 എല്ലാ എലമെന്റ്സും ഐയുടെ പവർ എടുത്തപ്പോൾ നമുക്ക് കിട്ടി. അതിന്റെ മീനിങ് എന്താ? I ഈസ് എ ജനറേറ്റർ. I ഈസ് എ ജനറേറ്റർ ഓഫ് ജി. ഐ കൊണ്ട് നമുക്ക് ജിയിലുള്ള എല്ലാ എലമെന്റ്സ്, ഐന്റെ പവർ എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ജിയിലുള്ള എല്ലാ എലമെന്റ്സും കിട്ടി. സോ I എന്ന് പറയുന്നത് എന്താണ്? ഒരു ജനറേറ്റർ ആണ്. ഇനി മൈനസ് I എടുത്ത് നോക്കാം. -I raised to 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? -I എന്ന് വരും. -I raised to 2 എടുത്താൽ എന്ത് വരും? is equal to I square എന്ന് വരും. ദാറ്റ് ഈസ് -1. -I raised to 3 എടുത്താൽ എന്ത് വരും? I square into -I ആണ്. സോ -I square -1 ആണ്. -1 into -I പ്ലസ് I എന്ന് വരും. -I raised to 4. I raised to 4 എന്ന് പറഞ്ഞാൽ I square into I square ആണ്. ദാറ്റ് ഈസ് 1 ആണ്. സോ നമുക്ക് എന്ത് കിട്ടി? -I -1 I 1. സോ -Iയും നമുക്ക് ഒരു ജനറേറ്റർ ആയിട്ട് കിട്ടി. -I ഈസ് ഓൾസോ എ ജനറേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറേറ്റർ കിട്ടി. I എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ ആണെന്ന് കിട്ടി. -I ഒരു ജനറേറ്റർ ആണെന്ന് കിട്ടി. സോ ജനറേറ്റർ ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? നമുക്കൊരു ജനറേറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ആ ഗ്രൂപ്പിനെ നമുക്ക് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആണെന്ന് വിളിക്കാം. ഇറ്റ്സ് എ സൈക്ലിക് ഗ്രൂപ്പ്. ഇതൊരു സൈക്ലിക് ഗ്രൂപ്പാണ്. പ്രോപ്പർട്ടീസ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്. സൈക്ലിക് ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, എ സൈക്ലിക് ഗ്രൂപ്പ് ഈസ് എബിലിയൻ. ഒരു സൈക്ലിക് ഗ്രൂപ്പ് എപ്പോഴും എബിലിയൻ ആയിരിക്കും. പ്രൂഫ്, ലെറ്റ് G star be a cyclic group with A belongs to G as a generator. ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആവണം എന്നുണ്ടെങ്കിൽ അതിനൊരു ജനറേറ്റർ ഉണ്ടാവണമല്ലോ. അപ്പൊ നമ്മൾ ആ ജനറേറ്ററിനെ A എന്ന് എടുത്തു. ഓക്കെ, ലെറ്റ് B C belongs to G. ബിയും സിയും ജിയിലുള്ള രണ്ട് എലമെന്റ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ A ജിയുടെ എലമേറ്റർ ആണ്, A ജിയുടെ ജനറേറ്റർ ആണെങ്കിൽ ജിയിലുള്ള എല്ലാ എലമെന്റ്സിനും നമുക്ക് എയുടെ പവർ ആയിട്ട് എഴുതാൻ പറ്റും. സോ ബിയും സിയും ജിയിലെ എലമെന്റ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് B is equal to A raised to M എന്ന് പറയാം, C is equal to A raised to N എന്ന് പറയാം. എമ്മും എന്നും ഇൻഡിജേഴ്സ് ആണ്. ഇനി നമ്മൾ എബിലിയൻ ആണെന്നാണ് കാണിക്കാൻ പോകുന്നത്. എബിലിയൻ ആണെന്ന് കാണിക്കാന്ന് പറഞ്ഞാൽ A star B is equal to B star A എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ കൺസിഡർ ഇവിടെ ബിയും സിയും ആണ് എലമെന്റ്സ്. അതുകൊണ്ട് B star C is equal to C star B എന്നാണ് കാണിക്കുന്നത്. ഫസ്റ്റ് കൺസിഡർ B star C. B star C is equal to B star Cയിലെ ബിനെ നമ്മൾ A raised to M എന്ന് എഴുതാം. സ്റ്റാർ C നമുക്ക് A raised to N എന്ന് എഴുതാം. ഇറ്റ് ഇസ് ഈക്വൽ ടു A raised to M star A raised to N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് A raised to N star A raised to M എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു C star B. So B star C is equal to C star B. Therefore it is commutative. Therefore a cyclic group is abelian. So second property, if A is a generator of the cyclic group G star, then A inverse is also a generator of G star. A എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പിന്റെ ജനറേറ്റർ ആണെങ്കിൽ എയുടെ ഇൻവേഴ്സും അതിൻ്റെ ഒരു ജനറേറ്റർ ആയിരിക്കും.
proof. Let B belongs to G and B is equal to A raised to M, where M is an integer. B ജിയിലുള്ള എലമെന്റ് ആണ്, എ ജനറേറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബിനെ നമുക്ക് എയുടെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി ബി is equal to A raised to M ആണ്. A raised to M നെ നമുക്ക് A raised to -1 raised to -m എന്ന് എഴുതാം, where -m is an integer. So ബിനെ നമ്മൾ എ raised to -1ന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. സോ എ raised to -1 എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ ആണ്. Third property, if G star is a finite cyclic group generated by an element A belongs to G and is of order n, then A raised to n is equal to E, so that G is equal to A set A square, A cube, etc. A raised to n. Also n is the least positive integer such that A raised to n is equal to E. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ്. എ എന്ന് പറയുന്നത് ജിയുടെ ഒരു ജനറേറ്റർ ആണ്. ഓർഡർ എൻ ആണ്. സോ ഓർഡർ എൻ ആവുകയാണെങ്കിൽ നമുക്കതിനെ എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ എന്ന് പറയും. ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് എയുടെ nth പവർ ആയിരിക്കും. ഓക്കെ, ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് പറയുന്നത് എയുടെ nth പവർ ആയിരിക്കും. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഐഡൻറ്റിറ്റി എയുടെ nth പവർ അല്ല, എന്നിനെക്കാട്ടിലും ചെറിയൊരു നമ്പർ ഉണ്ട്, ചെറിയൊരു പോസിറ്റീവ് നമ്പർ ഉണ്ട്, സച്ച് ദാറ്റ് എയുടെ പവർ എയുടെ ആ പവറായിട്ട് ആ നമ്പർ എടുക്കുമ്പം ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്ന രീതിയിൽ എന്നിനെക്കാട്ടിലും ചെറിയ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ടാവില്ല. ഏറ്റവും ചെറിയ പോസിറ്റീവ് ഇൻറ്റിജർ n ആണ്. അതിലും ചെറിയൊരു പോസിറ്റീവ് ഇൻറ്റിജർ ഉണ്ടാവില്ല, സച്ച് ദാറ്റ് എ റേസ് ടു n ഇസ് ഈക്വൽ ടു ഇ. അതാണ് നമുക്ക് കാണിക്കുന്നത്. അപ്പോൾ നമ്മളിത് പ്രൂഫ് ബൈ കോൺട്രഡിക്ഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് അവിടെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എം ഉണ്ട്, എന്നിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എം ഉണ്ട്, സച്ച് ദാറ്റ് എ റേസ് ടു എം ഈക്വൽ ടു ഇ. എയുടെ mth പവർ എടുക്കുമ്പോൾ ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്ന രീതിയിൽ ഒരു എം ഉണ്ട്. ഈ എം എന്നിനെക്കാട്ടിലും ചെറുതാണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്യാം. ഇഫ് പോസിബിൾ, let there exist a positive integer m less than n such that a raised to m is equal to e. Okay. ഇനി ജി ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ജിയിലുള്ള ഏത് എലമെൻറ്റിനെ നമുക്ക് എയുടെ പവറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളതിനെ ജിയിലുള്ള ഏത് എലമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്തു, സം പവർ ഓഫ് എ റേസ് ടു കെ എന്ന് എഴുതി. ജിയിലുള്ള ഏത് എലമെൻറ്റിനെയും എയുടെ പവറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു എലമെൻറ്റ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യണം എ റേസ് ടു കെ എന്ന് റെപ്രസെൻ്റ് ചെയ്യണം. ഇനി സോ സിൻസ് ജി ഈസ് സൈക്ലിക്, എനി എലമെൻറ്റ് ഓഫ് ജി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ റേസ് ടു കെ ഫോർ സം കെ ബിലോങ്സ് ടു സെഡ്. ഏത് എലമെൻ്റ് എടുത്താലും എയുടെ പവറായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. സോ ഓക്കെ, ആ എയുടെ പവർ എ റേസ് ടു കെ എന്നാണെന്ന് അസ്യൂം ചെയ്യാം. ഇനി കെ എന്ന് പറയുന്നത് എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. കെ ഈസ് ഡിവൈഡഡ് ബൈ എം. കെനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് കെനെ എങ്ങനെ എഴുതാം, കെ ഈസ് ഈക്വൽ ടു എം ക്യൂ പ്ലസ് ആർ എന്ന് എഴുതാം. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് കെനെ എം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻറ്റും ആർ എന്ന് പറയുന്നത് റിമൈൻഡർ. ഈ റിമൈൻഡർ സീറോനെക്കാട്ടിലും ചെറുതോ അല്ലെങ്കിൽ ഈക്വൽ ആവാം, എമ്മിനെക്കാട്ടിലും ചെറുതായിരിക്കണം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ എം. ഇനി നമുക്ക് എ റേസ് ടു കെ കൺസിഡർ ചെയ്യാം. എ റേസ് ടു കെ ഇസ് ഈക്വൽ ടു കെ എന്ന് പറഞ്ഞാൽ എം ക്യൂ പ്ലസ് ആർ ആണ്. സോ എ റേസ് ടു എം ക്യൂ പ്ലസ് ആർ. എ റേസ് എം ക്യൂ പ്ലസ് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എം ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ ആണ്. എ റേസ് ടു എം ക്യൂവിനെ നമുക്ക് എ റേസ് ടു എം ഹോൾ റേസ് ടു ക്യൂ എന്ന് എഴുതാം, ഇൻറ്റു എ റേസ് ടു ആർ. എ റേസ് ടു എം എന്ന് പറഞ്ഞാൽ ഇ ആണെന്ന് നമ്മുടെ അസംഷനിലുണ്ട്. സോ നമുക്ക് ഇ റേസ് ടു ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ എന്ന് എഴുതാം. ഇ റേസ് ടു ക്യൂ ഇൻറ്റു എ റേസ് ടു ആർ എന്ന് പറഞ്ഞാൽ എ റേസ് ടു ആർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, കെയും ആറും ഈക്വൽ ആണെന്ന് കിട്ടി. അതായത് ജിയിലുള്ള ഒരു എലമെൻറ്റിനെ നമുക്ക് എ റേസ് ടു ആർ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് സാധിച്ചു. ആൻഡ് ഈ ആർ എന്ന് പറയുന്നത് എമ്മിനെക്കാട്ടിലും ചെറുതാണ്. അത് നമ്മുടെ അസംഷന് കോൺട്രഡിക്ഷൻ ആണ്. നമ്മൾ അസ്യൂം ചെയ്തത് എം ആണ് ചെറിയ നമ്പർ എന്നാണ്.
സോ ഈ അതിനേക്കാട്ടിലും ചെറിയ ഒരു r നമുക്ക് കിട്ടി, സച്ച് ദാറ്റ് a raised to r. സോ എന്ത് പറയാം, ഇത് നമ്മുടെ അസംഷനെ കോൺട്രഡിക്റ്റ് ചെയ്യും. So this means that every element of G can be expressed as a raised to r where 0 less than or equal to r less than m. This implies that G has at most m elements or order of G is equal to m less than n. അത് നമ്മുടെ അസംഷനെ കോൺട്രഡിക്റ്റ് ചെയ്യും. Therefore a raised to m is equal to e for m less than n is not possible. Hence a raised to n is equal to e where n is the least positive integer. Next property, if G star is a finite cyclic group of order n with a as a generator, then a raised to m is also a generator of G star if and only if the greatest common divisor of m and n is 1 where m less than n. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ജി സ്റ്റാർ ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ്, അതിൻ്റെ ഓർഡർ n ആണ്, എ എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എ റേസ് ടു എം ഒരു ജനറേറ്റർ ആണ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് എം എൻ എന്ന് പറയുന്നത് 1 ആയിരിക്കണം. അപ്പോൾ അതൊരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറാണ്. നമ്മളതിനെ 2 പാർട്ടായിട്ട് കൺസിഡർ ചെയ്യണം, നെസസറി പാർട്ടും സഫിഷ്യൻറ്റ് പാർട്ടും. അപ്പം നെസസറി പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്നത് എ റേസ് ടു എം ജിയുടെ ഒരു ജനറേറ്റർ ആണെന്നാണ് അസ്യൂം ചെയ്യുന്നത്. ഓൾറെഡി എ ഒരു ജനറേറ്റർ ആണെന്ന് പറയുന്നുണ്ട്. നമ്മൾ ഈ പാർട്ടിൽ അസ്യൂം ചെയ്യാൻ പോകുന്നത് ഇൻ അഡീഷൻ ഓഫ് ദാറ്റ് എ റേസ് ടു എമ്മും ജിയുടെ ഒരു ജനറേറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ എന്ന് എഴുതാം. ഓക്കെ, കാരണം എ റേസ് ടു എമ്മും ഒരു ജനറേറ്റർ ആണ് നമ്മൾ അസ്യൂം ചെയ്തു. സോ എ റേസ് ടു എം ഹോൾ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമ്മൾ എ കൺസിഡർ ചെയ്യാണ്, ജിയിലുള്ള ഒരു എലമെന്റ് എ കൺസിഡർ ചെയ്യാണ്. നമുക്കറിയാം എ എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ ആണ്. ഈ എനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ജിയിലുള്ള ഒരു എലമെന്റ് ആണ് എ. ആ എനെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ എനെ നമുക്ക് ജിയിലുള്ള ഒരു എലമെന്റ് ആയതുകൊണ്ട് എ റേസ് ടു എം ജനറേറ്റർ ആയതുകൊണ്ടും എനെ എ റേസ് ടു എമ്മിന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ റൈറ്റ് എ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ഹോൾ റേസ് ടു ആർ. കാരണം എ എന്ന് പറയുന്നത് ഒരു ജിയിലെ ഒരു എലമെന്റ് ആണ്. എ റേസ് ടു എം ജിയുടെ ഒരു ജനറേറ്റർ ആണ്. അതുകൊണ്ട് എ എന്ന് പറയുന്ന എലമെന്റിനെ നമുക്ക് എ റേസ് ടു എമ്മിന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. ദെർഫോർ എ ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ഹോൾ റേസ് ടു ആർ വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ആർ. നൗ എ ഇസ് ഈക്വൽ ടു, നമുക്കറിയാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സ്റ്റാർ ഇ ആണ്. ഐഡന്റിറ്റി എലമെന്റിന്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് എ എന്ന് പറയുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു എ, നമുക്ക് അവിടെ എ റേസ് ടു എം ആർ എന്ന് നമ്മൾ ഓൾറെഡി റെപ്രസെന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെപ്രസെന്റേഷൻ നമുക്ക് എടുക്കാം. എ റേസ് ടു എം ആർ സ്റ്റാർ ഇ വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ആർ സ്റ്റാർ ഇ റേസ് ടു എസ്. ഇ റേസ് ടു ഇ പവർ എനി ഇൻറ്റിജർ ഈസ് ഇ. സോ നമുക്ക് എനി പവർ എസ് എടുക്കാം. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ആർ സ്റ്റാർ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എൻ ആണ് അല്ലേ? നമുക്കറിയാം എ ജിയുടെ ഒരു ജനറേറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഇ എന്ന് റെപ്രസെന്റ് ചെയ്യാം. സോ എ റേസ് ടു എം ആർ സ്റ്റാർ എ റേസ് ടു എൻ ഹോൾ റേസ് ടു എസ് വിച്ച് ഇസ് ഈക്വൽ ടു എ റേസ് ടു എം ആർ പ്ലസ് എൻ എസ്. ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡിൽ എ റേസ് ടു 1 ആണ്, റൈറ്റ് സൈഡിൽ എ റേസ് ടു എം ആർ പ്ലസ് എൻ എസ് ആണ്. ദാറ്റ് ഈസ് പവേഴ്സ് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. 1 is equal to mr plus ns, that is gcd of mn is equal to 1. So necessary part complete ആയി. ഇനി sufficient part. Sufficient പാർട്ടിൽ കോൺവേഴ്സിൽ നമ്മൾ എന്ത് അസ്യൂം ചെയ്യും? ജി സി ഡി ഓഫ് എം എൻ എന്ന് പറയുന്നത് 1 ആണെന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എ റേസ് ടു എം ജിയുടെ ഒരു ജനറേറ്റർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ജിയിലെ ഏത് എലമെന്റ് എടുത്താലും അതിനെ എ റേസ് ടു
എം കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്ന് കാണിക്കണം. ഓക്കെ, നമ്മൾ എന്താണ് അസ്യൂം ചെയ്തത്? GCD ഓഫ് Mn is equal to 1 എന്ന് അസ്യൂം ചെയ്തു. അതുകൊണ്ട് നമുക്ക് പറയാം 1 is equal to MP plus NQ. Pയും Q ഇൻഡിജേഴ്സ് ആണ്. ഇനി H എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുക. ഈ Hയിലുള്ള എലമെന്റ്സ് എല്ലാം A⁻M കൊണ്ട് ജനറേറ്റ് ചെയ്ത എലമെന്റ്സ് ആണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുക. H ഒരു സെറ്റാണ്. H എന്ന് പറയുന്ന ഒരു സെറ്റായിട്ട് എടുക്കുക. ഈ സെറ്റ് എന്താണ്? A⁻M കൊണ്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള എലമെന്റ്സിന്റെ സെറ്റാണ്. ഓക്കെ, നമ്മൾ കാണിക്കേണ്ടത് Hഉം Gയും ഈക്വൽ ആണെന്ന് കാണിച്ചാൽ മതി. ഇനി A⁻M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Hയിലുള്ള എല്ലാ എലമെന്റ്സും A⁻M പവേഴ്സിലായിരിക്കുമല്ലോ. അപ്പോൾ A⁻M⁻R എന്ന് പറയുന്ന ഒരു ഫോമിലായിരിക്കും Hയിലുള്ള എല്ലാ എലമെന്റ്സും വരുന്നത്. അപ്പോൾ ഈ Hയിലുള്ള എല്ലാ എലമെന്റ്സ് വരുന്നത് ഈ ഒരു ഫോമിലേക്കായിരിക്കും. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? A⁻M⁻R എന്ന് എഴുതാം. അതായത് അത് എയുടെ പവറായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നു. ഓക്കെ, എയുടെ പവറായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ Hയിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എയുടെ പവറായിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഇത് Hയിലുള്ള എലമെന്റ്, ഇത് Gയിലുള്ള എലമെന്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? H ഈസ് എ സബ്സെറ്റ് ഓഫ് G എന്ന് പറയാം. കാരണം Hയിലുള്ള ഏതൊരു എലമെന്റിനെയും നമുക്ക് എയുടെ പവറായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? H ഈസ് എ സബ്സെറ്റ് ഓഫ് G. ഓക്കെ, അത് ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് Gയിലുള്ള ഏതൊരു എലമെന്റിനെയും A⁻M പവറായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ Gയിലുള്ള ഒരു എലമെന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് A ആണ്. ഓക്കെ, Gയിലുള്ള എലമെന്റ് A നമ്മൾ കൺസിഡർ ചെയ്യാണ്. നമുക്കറിയാം A⁻1 MP plus NQ is equal to 1 ആണ്. സോ നമുക്ക് A⁻1 is equal to A⁻MP plus NQ എന്ന് എഴുതാം. ദാറ്റ് ഈസ് A⁻M whole raised to P പ്ലസ് അല്ല, ഇൻറ്റു ആണ്. A⁻M whole raised to P into A⁻N whole raised to Q is equal to A. That is A⁻M whole raised to P into A⁻M എന്ന് പറയുന്നത് E ആണ്. ഈ ജനറേറ്റർ A⁻M ഒരു ജനറേറ്റർ ആണ്. അതുകൊണ്ട് അത് നമ്മൾ അസ്യൂം ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A⁻M raised to Q എന്ന് പറയുന്നത് എന്താണ്? A⁻N കേട്ടോ. A⁻N E ആണ്. കാരണം A എന്ന് പറയുന്നത് ജനറേറ്റർ ആണ്. A⁻N എന്ന് പറയുന്നത് E ആണ്. സോ A⁻M raised to P into E is equal to A. That is A⁻M raised to P is equal to A. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? A എന്ന് പറയുന്ന എലമെന്റ്, Gയിലുള്ള എലമെന്റ് ആണ് A എന്ന് പറയുന്നത്. ഈ എലമെന്റിനെ നമുക്ക് A⁻M പവറായിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റി. സോ Gയിലുള്ള എലമെന്റ്സിനെ നമുക്ക് A⁻M പവേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നു. That means G subset of A. That means G subset of A. Then equation number 2 and equation number 3 says that equation number 2 ൽ എന്താ പറയുന്നത്? H subset of G എന്ന് പറയുന്നു. equation number 3 ൽ എന്താ പറയുന്നത്? G subset of H എന്ന് പറയുന്നു. സോ ഈ രണ്ട് ഇക്വേഷനും കൂടെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H is equal to G എന്ന് കിട്ടും. അതായത് A⁻M എന്ന് പറയുന്നത് ഒരു ജനറേറ്റർ ആണ് Gയുടെ. A ഒരു ജനറേറ്റർ ആണെങ്കിൽ A⁻M ഒരു ജനറേറ്റർ ആയിരിക്കും. Question: If G star is an abelian group, then show that A star B whole raised to n is equal to A raised to n star B raised to n for all AB belongs to G where n is a positive integer. Proof. നമ്മളത് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ യൂസ് ചെയ്താണ് പ്രൂവ് ചെയ്യുന്നത്. ഇതൊരു എബിലിയൻ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. എബിലിയൻ ഗ്രൂപ്പ് ആണെങ്കിൽ
അത് കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. ദാറ്റ് ഈസ് എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ ഫോർ എവറി എ ബി ബിലോങ്സ് ടു ജി. സോ നമുക്ക് എന്ത് എഴുതാം? എ സ്റ്റാർ ബി ഈസ് ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. അപ്പോൾ n ഈക്വൽ ടു 1 എന്ന് പറയുന്ന കേസിൽ ഇത് എന്താണ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. എ സ്റ്റാർ ബി ഹോൾ റേസ് ടു 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ സ്റ്റാർ ബി എന്ന് തന്നെ കിട്ടും. സോ n ഈക്വൽ ടു 1 ആവുന്ന കേസിൽ റിസൾട്ട് പ്രൂവ്ഡ് ആണ്. നെക്സ്റ്റ് n ഈക്വൽ ടു 2 ആവുന്ന കേസ് നോക്കാം. എ സ്റ്റാർ ബി ഹോൾ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സ്റ്റാർ ബി സ്റ്റാർ എ സ്റ്റാർ ബി ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ എ സ്റ്റാർ ബി ഈക്വൽ ടു ബി സ്റ്റാർ എ എന്ന് നമുക്കറിയാം. ഇക്വേഷൻ നമ്പർ 1 പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അത് അവിടെ അപ്ലൈ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്റ്റാർ ബി സ്റ്റാർ എ. കാരണം ഇത് ഗ്രൂപ്പാണ്, ഗ്രൂപ്പ് അസോസിയേറ്റിവിറ്റി ഹോൾഡ് ചെയ്യും. സോ നമുക്കിവിടെ അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ ആണ്. സോ എ സ്റ്റാർ ബി സ്ക്വയർ സ്റ്റാർ എ വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ ബി സ്ക്വയർ. കമ്മ്യൂട്ടേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം. എബിലിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു എ സ്റ്റാർ എ എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ആണ്. നമുക്ക് എ സ്ക്വയർ സ്റ്റാർ ബി സ്ക്വയറിന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എ സ്റ്റാർ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ സ്റ്റാർ ബി സ്ക്വയർ. അപ്പോൾ n ഇസ് ഈക്വൽ ടു 2ക്കും ഇത് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ അസ്യൂം ചെയ്യും റിസൾട്ട് ഈസ് വാലിഡ് ഫോർ n ഇസ് ഈക്വൽ ടു m. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് റിസൾട്ട് ഈസ് വാലിഡ് ഫോർ n ഇസ് ഈക്വൽ ടു m പ്ലസ് 1 ആണ്. ഓക്കെ, കൺസിഡർ a star b whole raised to m plus 1. a star b whole raised to m plus 1 is equal to a star b whole raised to m star a star b, which is equal to നമ്മളെ അസംഷൻ അനുസരിച്ച് എ സ്റ്റാർ ബി ഹോൾ റേസ് ടു എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റേസ് ടു എം സ്റ്റാർ ബി റേസ് ടു എം ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ റേസ് ടു എം സ്റ്റാർ ബി റേസ് ടു എം സ്റ്റാർ എ സ്റ്റാർ ബി. നൗ അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യുക. എ റേസ് ടു എം സ്റ്റാർ ബി റേസ് ടു എം സ്റ്റാർ അസോസിയേറ്റിവിറ്റി അല്ല, സോറി, കമ്മ്യൂട്ടേറ്റിവിറ്റി. എ സ്റ്റാർ ബിയിൽ കമ്മ്യൂട്ടേറ്റിവിറ്റി അപ്ലൈ ചെയ്ത് നമ്മൾ ബി സ്റ്റാർ എന്ന് എഴുതി. പിന്നെ അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം. അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്തിട്ട് എ റേസ് ടു എം സ്റ്റാർ ബി റേസ് ടു എം സ്റ്റാർ ബി അസോസിയേറ്റ് ചെയ്യുക. സ്റ്റാർ എ ബി റേസ് ടു എം സ്റ്റാർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ബി റേസ് ടു എം പ്ലസ് 1 ആണ്. സോ എ റേസ് ടു എം സ്റ്റാർ ബി റേസ് ടു എം പ്ലസ് 1 സ്റ്റാർ എ. നൗ കമ്മ്യൂട്ടേറ്റിവിറ്റി അപ്ലൈ ചെയ്യാം. a raised to m star a star b raised to m plus 1. Now a raised to m star a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a raised to m plus 1 ആണ്. So a raised to m plus 1 star b raised to m plus 1. Hence the result is true for all n by using mathematical induction. Next question, show that any group G is abelian if and only if AB whole square is equal to A square B square for all AB belongs to G. അപ്പോൾ നമുക്കിത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. നെസസറി പാർട്ടും സഫിഷ്യൻറ്റ് പാർട്ടും ഉണ്ട്. ആദ്യം നെസസറി പാർട്ട് നോക്കാം. സപ്പോസ് ദാറ്റ് G is abelian, we have to prove that AB whole square is equal to A square B square for all AB belongs to G. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുക, എ ബി ഹോൾ സ്ക്വയർ കൺസിഡർ ചെയ്യുക. എ ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ ബി ഇൻറ്റു എ ബി ആണ്. അപ്പോൾ നമുക്ക് അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്തിട്ട് എ ഇൻറ്റു ബി എ ബി എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റിവിറ്റി അപ്ലൈ ചെയ്ത് എ ഇൻറ്റു എ ബി ബി എന്ന് എഴുതാം. വിച്ച് ഇസ് ഈക്വൽ ടു അഗെയിൻ അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്ത് എ ഇൻറ്റു എ ബി ഇൻറ്റു ബി എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടി? എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു ബി സ്ക്വയർ എന്ന് കിട്ടി. അപ്പോൾ നെസസറി പാർട്ട് പ്രൂവ് ചെയ്തു. ഇനി സഫിഷ്യൻറ്റ് പാർട്ടിൽ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയറിനാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി എന്ന് പറയുന്നത് എബിലിയൻ ഗ്രൂപ്പ് ആണെന്നാണ്. അതായത് എ ബി ഈക്വൽ ടു ബി എ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുക എ ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ബി സ്ക്വയർ. എ ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ബി ഇൻറ്റു എ ബി ആണ്. വിച്ച് ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ ഇൻറ്റു എ, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ബി. അപ്പോൾ എ ബി ഈക്വൽ ടു എ ബി ബി എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ
ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ യൂസ് ചെയ്തിട്ട് ഒരു എ അങ്ങ് ക്യാൻസൽ ചെയ്യും. ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ. ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ. ലെഫ്റ്റ് ക്യാൻസലേഷൻ ലോ യൂസ് ചെയ്ത് രണ്ട് സൈഡിലെയും ഒരു എ അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയും. നെക്സ്റ്റ് സ്റ്റെപ്പിൽ റൈറ്റ് ക്യാൻസലേഷൻ യൂസ് ചെയ്ത് രണ്ട് സൈഡിലെയും ഒരു ബി അങ്ങ് ക്യാൻസൽ ചെയ്യും. റൈറ്റ് ക്യാൻസലേഷൻ ലോ യൂസ് ചെയ്ത് രണ്ട് സൈഡിലെയും LHSലെയും RHSലെയും ഒരു ബി അങ്ങ് ക്യാൻസൽ ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? BA is equal to AB എന്ന് കിട്ടും. ദാറ്റ് ഈസ് കമ്മ്യൂട്ടേറ്റീവ്. ദാറ്റ് ഈസ് G is abelian. നെക്സ്റ്റ് ഡെഫിനിഷൻ ആണ് കോസെറ്റ്. H സ്റ്റാർ എന്ന് പറയുന്നത് G സ്റ്റാറിൻ്റെ ഒരു സബ് ഗ്രൂപ്പ് ആണെങ്കിൽ സീക്വൻസ് AH ആൻഡ് സീക്വൻസ് HA where A belongs to G defined by AH is equal to set of all AH such that H belongs to H and HA is equal to set of all HA such that H belongs to H are called left coset and right coset of H in G. Next, Lagrange's theorem, very important theorem ആണ്. If H is a subgroup of G, then order of H divides order of G. Proof. Let order of G is equal to n and order of H is equal to m. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് m divides n എന്നാണ്. അവിടെ 3 കേസസ് ഉണ്ട്. കേസ് 1, let H is equal to set E. അതായത് ഐഡന്റിറ്റി എലമെന്റ് മാത്രമുള്ള സെറ്റാണ് H എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് H എന്ന് പറയുന്നത് 1 ആണ്. Hൽ ഒരു എലമെന്റേ ഉള്ളൂ. സോ ഓർഡർ ഓഫ് H 1 ആണ്. That is m is equal to 1. So 1 divides n. n എന്താണെങ്കിലും 1 n-നെ ഡിവൈഡ് ചെയ്യും. So 1 divides n which implies m divides n. That is order of H divides order of G. Next case 2. H equal to G. Hഉം Gയും ഈക്വൽ ആണെങ്കിൽ ഓർഡർ ഓഫ് H equal to order of G ആണ്. അതായത് m equal to n ആണ്. And m divides n. n-നെ തന്നെ ഡിവൈഡ് ചെയ്യും. So m divides n. So order of H divides order of G. Next case 3. H ഒരു പ്രോപ്പർ സബ്സെറ്റ് ഓഫ് G ആണ്. H Gയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ Hന്റെ കോസെറ്റ്സ് എല്ലാം എടുക്കുക. Suppose G1H, G2H, etc. GKH are the distinct cosets of H in G. Hന്റെ ഡിസ്റ്റിങ്ക്റ്റ് Hൽ K എലമെന്റ്സ് ഉണ്ടെങ്കിൽ Hന്റെ ഡിസ്റ്റിങ്ക്റ്റ് കോസെറ്റ്സ് ആണ് G1H, G2H, etc. GKH എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ G is equal to G1H യൂണിയൻ G2H യൂണിയൻ etc. യൂണിയൻ GKH ആണ്. അതുപോലെ തന്നെ ഓർഡർ ഓഫ് H is equal to order of G1H equal to order of G2H equal to etc. equal to order of GKH. കോസെറ്റ്സിന്റെ എണ്ണവും Hന്റെ ഓർഡറും സെയിം ആയിരിക്കും. G is equal to order of GH is equal to order of H. That is order of G1H equal to order of H, order of G2H equal to order of H, etc. Order of GKH is equal to order of H. So order of G is equal to order of G1H plus order of G2H plus etc. plus order of GKH, which is equal to order of H plus order of H plus etc. plus order of H, K times. That is equal to m plus etc. plus m, K times. That is n is equal to mk. That is m divides n. That is order of H divides order of G. Hence the proof. ഒരു corollary ഉണ്ട്. Order of any element of a finite group is divisor of order of group. Let A belongs to G. A ആണ്. A എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു, ജിയിലുള്ള ഒരു എലമെന്റ് എടുത്തു. അതിൻ്റെ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് m ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് ആൻ എലമെന്റിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് പറയാം A raised to m is equal to E എന്ന് പറയാം. അങ്ങനെ എഴുതാൻ പറ്റിയാൽ മാത്രമേ എയുടെ ഓർഡർ m ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് ഓർഡറിന്റെ ഡെഫിനിഷൻ. സോ നമുക്ക് പറയാം
By the definition of an order of an element, we can say that a raised to m is equal to e. ഇനി നമ്മളിതിനെ ഒരു സൈക്ലിക് ഗ്രൂപ്പായിട്ട് അങ്ങ് എടുക്കുകയാണ്, ജനറേറ്റഡ് ബൈ എ ആയിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എച്ച് ഇസ് ഈക്വൽ ടു എച്ചിലുള്ള എലമെന്റ്സ് നമുക്ക് എ സ്ക്വയർ എക്സെട്ര എ റേസ്ഡ് ടു എം ഈക്വൽ ടു ഇ എന്ന് എഴുതാം. ദറ്റ് ഈസ് ഓർഡർ ഓഫ് എച്ച് ഇസ് ഈക്വൽ ടു എം. Then by Lagrange's theorem we know that order of h divides order of n. That means m divides n order of g. M divides order of g. That is order of a is a divisor of order of g. Theorem: if G is a finite group of order n, then a raised to n is equal to e for every a belongs to G. Proof: let if order of a equal to m, then by Lagrange's theorem, order of a divides order of group G. So we can write m divides n and a raised to m is equal to e. Then we can say that m is a divisor of n by Lagrange's theorem. That is n is equal to km. Now consider a raised to n. A raised to n is equal to a raised to m whole raised to k, because n is equal to km, which is equal to a raised to m എന്ന് പറഞ്ഞാൽ e ആണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. So we can get it as e raised to k. That is a raised to n is equal to e. Hence the theorem. Next theorem: every group of prime order is cyclic. പ്രൈം ഓർഡറുള്ള എല്ലാ ഗ്രൂപ്പും സൈക്ലിക് ആണെന്നാണ് തിയറം പറയുന്നത്. അപ്പോൾ നമുക്കത് പ്രൂവ് ചെയ്യണം. അതായത് പ്രൈം ഓർഡറുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിനൊരു ജനറേറ്റർ ഉണ്ട് എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതൊരു സൈക്ലിക് ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. പ്രൂഫും നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൻ്റെ ഓർഡർ പ്രൈം ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഓർഡർ ഓഫ് ജി ഈസ് ഈക്വൽ ടു പി, വേർ പി ഈസ് എ പ്രൈം നമ്പർ. ഇനി നമ്മൾ ആ ഗ്രൂപ്പിലുള്ള ഒരു എലമെൻറ്റ്, ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ലാത്ത ഒരു എലമെൻ്റ് എടുക്കുകയാണ്, എ നോട്ട് ഈക്വൽ ടു ഇ ബി എലമെൻ്റ് ഓഫ് ജി. ഇനി നമ്മൾ ബൈ ലെഗ്രാഞ്ചസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഓർഡർ ഓഫ് എ ഡിവൈഡ്സ് ഓർഡർ ഓഫ് ജി എന്ന് പറയാം. എയുടെ ഓർഡർ ജിയുടെ ഓർഡറിനെ ഡിവൈഡ് ചെയ്യും. സോ ഓർഡർ ഓഫ് എ ഡിവൈഡ്സ് പി എന്ന് നമുക്ക് പറയാം. ഇനി പി എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പറാണ്. ആ പ്രൈം നമ്പറിൻ്റെ ഡിവൈസേഴ്സ് ആരൊക്കെ ആയിരിക്കും? 1ഉം ആ നമ്പർ ഇറ്റ്സെൽഫും ആയിരിക്കും. പ്രൈം നമ്പറിൻ്റെ ഡിവൈസേഴ്സ് 1 ഓർ ദ നമ്പർ ഇറ്റ്സെൽഫ്. അപ്പോൾ എ എന്ന് പറയുന്നതിൻ്റെ ഓർഡർ എന്താവാം? ഒന്നുകിൽ 1 ആവാം അല്ലെങ്കിൽ പി ആകാം. എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ ഓർഡർ ഒന്നുകിൽ 1 ആവാം അല്ലെങ്കിൽ പി ആവാം. സോ നമ്മൾ ഓർഡർ ഓഫ് എ 1 ആണെന്ന് വിചാരിക്കുക. ഓർഡർ ഓഫ് എ 1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയുടെ ഓർഡറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് നമുക്ക് എ റേസ് ടു എൻ ഇസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി എലമെൻ്റ് എന്ന് എഴുതാം. സോ ഓർഡർ ഓഫ് എ 1 ആണെങ്കിൽ നമുക്ക് എ റേസ് ടു 1 ഇസ് ഈക്വൽ ടു ഇ എന്ന് വരും. അതായത് എ ഇസ് ഈക്വൽ ടു ഇ എന്ന് വരും. അത് നമ്മുടെ അസംഷനെ കോൺട്രഡിക്റ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി എലമെൻ്റ് അല്ലാത്ത ഒരു എലമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് പി ആയിട്ട് എടുക്കണം. ഓക്കെ, ഓർഡർ ഓഫ് എ എന്ന് പറയുന്നത് പി ആണ്. ദറ്റ് ഈസ് എ റേസ്ഡ് പി ഈസ് ഈക്വൽ ടു ഇ. ഹെൻസ് നമുക്ക് എ എന്ന് പറയുന്നത് ആ ജിയുടെ ഒരു ജനറേറ്റർ ആണെന്ന് കിട്ടി. എയിലുള്ള എല്ലാ എലമെൻറ്റ്സിനെയും എയുടെ പവേഴ്സായിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റി. So G is cyclic. Every subgroup of a cyclic group is also cyclic. ഏത് സൈക്ലിക് ഗ്രൂപ്പിൻ്റെയും സബ് ഗ്രൂപ്പും സൈക്ലിക് ആയിരിക്കും എന്നാണ് നമ്മളെ തിയറം പറയുന്നത്. നമ്മൾ അസ്യൂം ചെയ്യാണ് let G be the cyclic group generated by the element A and H is a subgroup of G. H equal to G ആണ് അല്ലെങ്കിൽ H equal to E ആണെങ്കിൽ എവിഡൻ്റ് ആയിട്ട് അതൊരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. ഇനി എച്ച് ഈക്വൽ ടു ജി അല്ല അല്ലെങ്കിൽ എച്ച് ഈക്വൽ ടു സെറ്റ് ഇ അല്ല എന്നുണ്ടെങ്കിൽ എച്ച് ഒരു പ്രോപ്പർ സബ്സെറ്റ് ഓഫ് ജി ആയിരിക്കും. ഇനി നമ്മൾ എടുക്കുകയാണ് എം. ലെറ്റ് എം ബി ദ പോസിറ്റീവ് ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എ റേസ് ടു എം ബിലോങ്സ് ടു എച്ച്. ഓക്കെ, ഇനി എൻ ആണ് നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ ഓഫ്
G is equal to N ആണെങ്കിൽ ആൻഡ് N-നെ M കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം N is equal to MQ plus R, where Q is a quotient and R is a remainder and 0 less than or equal to R less than M എന്ന് എഴുതാം. ഇനി A raised to M Hലുള്ള എലമെന്റ് ആയതുകൊണ്ട് A raised to M whole raised to Q Hലുള്ള എലമെന്റ് ആയിരിക്കും because H is a subgroup and it is closed. A raised to MQ belongs to H ആണെങ്കിൽ A raised to MQ raised to -1 Hലുള്ള എലമെന്റ് ആയിരിക്കും because H is a subgroup. Inverse exists for every element. So A raised to N Hലുള്ള എലമെന്റ് ആണ്. A raised to -MQ Hലുള്ള എലമെന്റ് ആണ്. നമുക്ക് എന്ത് പറയാം? A raised to N minus MQ Hലുള്ള എലമെന്റ് ആണെന്ന് പറയാം. That is A raised to R belongs to H. Equation number 2 N equal to MQ plus R ആണ് equation number 2. So R is equal to N minus MQ എന്ന് പറയാം. Therefore A raised to R belongs to H. അങ്ങനെ എനിക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുമ്പോൾ നമുക്കറിയാം R M-നെക്കാട്ടിലും ചെറുതാണ്. ഓക്കെ, അപ്പോൾ R M-നെക്കാട്ടിലും ചെറുതായതുകൊണ്ട് A raised to R Hൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ R 0 ആയിരിക്കണം. So we get N is equal to MQ. Now A raised to N is equal to A raised to MQ, which is equal to A raised to M whole raised to Q. അതായത് A raised to N എന്ന് പറയുന്ന എലമെന്റ് A raised to N is equal to A raised to M-ന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. That is, every element of A raised to N belongs to H is of the form A raised to M whole raised to Q. Hലുള്ള എല്ലാ എലമെന്റും A raised to M-ന്റെ പവർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? A raised to M എന്ന് പറയുന്നത് H-ന്റെ ഒരു ജനറേറ്റർ ആണ്. H-ന് ഒരു ജനറേറ്റർ കിട്ടി A raised to M. H-ന് ഒരു ജനറേറ്റർ കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? H ഒരു സൈക്ലിക് സബ് ഗ്രൂപ്പ് ആണ്. Hence the theorem. So let G be the cyclic group generated by the element A and let H be a subgroup of G. If H equal to G or H equal to set E, then evidently it is cyclic. If not, let the elements of H are non-zero. Let the elements of H are non-zero integral powers of A. Let M be the least positive integer such that A raised to M belongs to H. Now let A raised to N be any arbitrary element of H. Q be the quotient and R be the remainder when N is divisible by M. Then N is equal to MQ plus R, 0 less than or equal to R less than M. Since A raised to M belongs to H, we have A raised to M whole raised to Q belongs to H since H is a subgroup and by closure property. That is A raised to M whole raised to Q belongs to H. Therefore, A raised to M whole raised to Q whole raised to -1 equal to A raised to minus MQ belongs to H. Now, since A raised to N belongs to H and A raised to minus MQ belongs to H, we have A raised to N minus MQ belongs to H by closure property. That is, A raised to R belongs to H by equation 2. Then, using equation number 1 and equation number 2, we get R is equal to 0. Therefore, N is equal to MQ. Also, A raised to N is equal to A raised to MQ, which is equal to A raised to M whole raised to Q. Thus, every element of H A raised to N is of the form A raised to M whole raised to Q. Hence, H is a cyclic subgroup generated by A raised to M. Hence the theorem.